consider two boxes containing ideal gases A and B such that their temperatures, pressures and number densities are same. Molecular size of A is half that of B and mass of molecule A is 4 times that of B. If the collision frequency in gas B is 32 into 10 raised to 18 per second, then collision frequency in gas A is. അപ്പോൾ നമുക്ക് രണ്ട് ബോക്സുകളാണ് തന്നത്. ഐഡിയൽ ഗ്യാസ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത് എയും ബിയും. എയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് ബിയുടെ ഡയമീറ്ററിൻ്റെ പകുതിയാണ്. പ്രഷറും ടെമ്പറേച്ചറും നമ്പർ ഡെൻസിറ്റിയും സെയിം ആണ്. ബിയുടെ കൊളീഷൻ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടതാണ് എയുടെ കൊളീഷൻ ഫ്രീക്വൻസിയാണ്. അപ്പം നമുക്ക് മീൻ ഫ്രീ പാത്ത്, രണ്ട് സക്സസീവ് കൊളീഷനിടയിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഫ്രീ പാത്ത് എന്നും, അങ്ങനെ നമ്പർ ഓഫ് കൊളീഷൻസ് കഴിഞ്ഞാൽ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിനെ മീൻ ഫ്രീ പാത്ത് എന്നും വിളിക്കും. അപ്പം മീൻ ഫ്രീ പാത്തിന് നമ്മൾ ഇക്വേഷൻ എഴുതാറുള്ളത് ലാംഡ ഇസ് ഈക്വൽ ടു 1/√2 പൈ എൻ ഡി സ്ക്വയർ ആണ്. ഇവിടെ എൻ എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റിയാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ട് നമ്പർ ഡെൻസിറ്റിയും രണ്ട് ബോക്സിലെയും നമ്പർ ഡെൻസിറ്റി സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് മോളിക്യൂൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് കൊളീഷൻ ഫ്രീക്വൻസിയാണ്. നമ്മൾ ടൈം എന്ന് പറയുന്നത് എന്താ എടുക്കാറുള്ളത്? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലാംഡ, മീൻ ഫ്രീ പാത്ത്, ബൈ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആവറേജ് സ്പീഡ് എന്തായിരുന്നു ഇക്വേഷൻ? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു √8RT ബൈ പൈ എം ആണ്. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T ടെമ്പറേച്ചർ ആണ്, M മോളിക്കുലർ മാസ് ആണ്. ഓക്കെ, അപ്പം ടൈം ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആരായിരിക്കും? ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ അല്ലേ, V/D ആണ്. അപ്പോൾ ഫ്രീക്വൻസി എഴുതുമ്പോൾ 1/√2 എന്നുള്ള ടേം എഴുതണ്ട എന്നാണ്. കാരണം അത് നമ്മൾ ഇക്വേഷന് ആ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് 1/π(n)d² എന്നുള്ള എക്സ്പ്രഷനാണ് വരുന്നത്. ഓക്കെ, എനിവേ ഞാൻ മുഴുവൻ ടേംസ് എഴുതും, നമുക്കത് റിലേറ്റ് ചെയ്യിക്കാനാണ്. അപ്പോൾ V എന്ന് പറയുന്നത് √8RT/m ആണ്. ഡി എന്ന് പറയുന്നത് ലാംഡയാണ്, അത് 1/√2 പൈ (n)d² ആണ്. അപ്പം നമുക്ക് 1/d ആയതുകൊണ്ട് റെസിപ്രോക്കൽ എടുത്താൽ മതി. √2 പൈ (n)d², √2 പൈ (n)d². നമുക്ക് കൊളീഷൻ ഫ്രീക്വൻസി ഓഫ് എന്ത് തന്നിട്ടുണ്ട്? ബി തന്നിട്ടുണ്ട്. എയുടേതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം കൊളീഷൻ ഫ്രീക്വൻസി ഓഫ് ബി ബൈ കൊളീഷൻ ഫ്രീക്വൻസി ഓഫ് എ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് 8RT കോൺസ്റ്റൻ്റ് ആണ്, മാസ് ഡിഫറൻ്റ് ആണ്, നമ്പർ ഡെൻസിറ്റി, ടെമ്പറേച്ചർ എല്ലാം സെയിം ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? dB² ബൈ dA² ഇൻറ്റു എങ്ങനെയാണ്? √MA ബൈ ആരാം? MB ആണ്. ഓക്കെ, ഇനി ആര് തന്നിട്ടുണ്ട്? കൊളീഷൻ ഫ്രീക്വൻസി ഓഫ് ബി തന്നിട്ടുണ്ട്. അതെത്രയാണ്? 32 ഇൻറ്റു 10⁸ ആണ്. നമുക്ക് കാണേണ്ടത് ആരാ? കൊളീഷൻ ഫ്രീക്വൻസി ഓഫ് എ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കിയേ, ഇവിടെ മോളിക്കുലാർ സൈസ് ഓഫ് എ ഈസ് ഹാഫ് ദാറ്റ് ഓഫ് ബി എന്നാണ് പറഞ്ഞത്. അപ്പോൾ dB എയുടെ എത്രയാ? ഹാഫ് ദാറ്റ് ഓഫ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് മാസിനെ കുറിച്ച് പറഞ്ഞത്
Mass of A is 4 times that of B. 4 mb by ആരാണ് mb. അപ്പം നമുക്ക് 4 db/2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 4 മുകളിൽ വരും, റൂട്ട് 4ൻ്റെ പുറത്തേക്ക് വരുന്ന 2. അപ്പോൾ ഇതെത്ര വരും? 8. അപ്പം നമുക്ക് FA is equal to 32 into 10⁻⁸ ബൈ എന്തെന്ന് വരും? 8. ശരിയല്ലേ? 4 into root 4 2 ആണ്. അപ്പോൾ 4 into 2 8. അപ്പോൾ നമുക്ക് എത്ര വരും? പൊല്യൂഷൻ ഫ്രീക്വൻസി അതിനകത്ത് ഒരു എററാണ്. 10⁻18 അല്ല, 10⁸8 ആണ്. അപ്പം നമ്മൾ ഇവിടെ അത് 10⁻8 ആക്കിയത് കേട്ടോ. 32 into 10⁻8. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എത്ര കിട്ടും? 32/8 4 into 10⁻8. സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ.